മഹാഭാരതത്തിൽ കൃഷ്ണനാണോ ശകുനിയാണോ മികച്ച കൗശലക്കാരൻ, മികച്ച തന്ത്രശാലി എന്നുള്ളത് ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയമാണ്. കൃഷ്ണനെ ആരാധിക്കുന്ന കൃഷ്ണഭക്തരായ ആൾക്കാർ എല്ലാവിധത്തിലും കൃഷ്ണനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്നതും കൃഷ്ണനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആക്രമിക്കാൻ വരുന്നതുമൊക്കെ പുതുമയുള്ളൊരു കാര്യമല്ല. എന്റെ വീഡിയോകളുടെ ചുവട്ടിലുള്ള കമന്റുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്കും അത് മനസ്സിലാകുന്നതായിരിക്കും. ശകുനി എന്ന് പറയുന്നത് ഗാന്ധാരത്തിൽ നിന്ന് ഹസ്തിനപുരത്തേക്ക് വന്നത് കുരുവംശത്തിന്റെ, പ്രത്യേകിച്ച് കൗരവരുടെ നാശം കാണാൻ വേണ്ടിയാണ്. ധൃതരാഷ്ട്രർ ശകുനിയുടെ കുടുംബത്തോട് ചെയ്തതിന് പകരം ചോദിക്കാൻ വന്നതാണ്. അപ്പൊ ശകുനിയുടെ വരവിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്നാൽ കൃഷ്ണൻ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാതെയാണ്. എന്നാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. തന്റെ ബന്ധുക്കളായ പാണ്ഡവരെ സഹായിക്കുക, അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഭീഷ്മർക്ക് മുമ്പിൽ ശിഖണ്ഡിയെ നിർത്തി ഭീഷ്മരെ വീഴ്ത്തിയത് ധർമ്മമല്ല. ദ്രോണാചാര്യരെ നുണ പറഞ്ഞ് ആയുധം താഴെ വെപ്പിച്ച് ദ്രോണാചാര്യരെ വീഴ്ത്തിയതും ധർമ്മമല്ല. അതോടൊപ്പം തന്നെ ആയുധമില്ലാതെ യുദ്ധക്കളത്തിൽ സ്വന്തം രഥചക്രം ഉയർത്താൻ ശ്രമിക്കുന്ന കർണനെ പിന്നിൽ നിന്ന് ആക്രമിച്ച് വധിച്ചതും ധർമ്മമല്ല. ഇതുപോലെ ധാരാളം ധർമ്മമില്ലായ്മകൾ പാണ്ഡവർക്ക് വേണ്ടി കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ശകുനി വന്നത് പ്രതികാരം വീട്ടാനായതുകൊണ്ട് തന്നെ തന്റെ തന്ത്രങ്ങളും കൗശലങ്ങളും എല്ലാം ഉപയോഗിച്ച് അദ്ദേഹം പ്രതികാരം വീട്ടുവാൻ മാത്രം തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചൂതുകളി എന്ന് പറയുന്ന ഒരൊറ്റ തന്ത്രത്തിൽ കുരുവംശത്തിലെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലുതായിട്ട് തെറ്റിപ്പോയി. പാണ്ഡവരും കൗരവരും വളരെ വലിയ ശത്രുതയിലേക്ക് നീങ്ങാൻ ഈ ചൂതുകളിയാണ് കാരണമായത്. കുരുക്ഷേത്രം നടക്കുവാൻ തന്നെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഈ ചൂതുകളിയാണ്. ഗാന്ധാരത്തിലേക്ക് മടങ്ങിപ്പോകാനല്ല ശകുനി വന്നത്, പക വീട്ടുവാനാണ്. അതുകൊണ്ട് തന്നെ താൻ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും കൗശലങ്ങൾക്കും എല്ലാം പങ്കുപറ്റി ഫലം പറ്റിക്കൊണ്ട് തന്റെ മരണം കുരുക്ഷേത്രത്തിൽ തന്നെ ഏറ്റുവാങ്ങുകയാണ് ശകുനി ചെയ്തത്. കൃഷ്ണൻ കുരുക്ഷേത്രം കഴിഞ്ഞ് ശാപമൊക്കെ ഏറ്റ് സ്വന്തം പുത്രന്റെ കയ്യിലിരിപ്പിന്റെ ഒക്കെ ഫലമായിട്ട് സ്വന്തം കുലത്തിന്റെ നാശം കൂടി കണ്ടതിന് ശേഷമാണ് കൃഷ്ണന് അവസാനം ഉണ്ടാകുന്നത്. കൃഷ്ണനാണോ ശകുനിയാണോ കൗശലക്കാരൻ, കൃഷ്ണനാണോ ശകുനിയാണോ ഏറ്റവും മികച്ച തന്ത്രജ്ഞൻ എന്നൊക്കെ നിങ്ങളുടെ വായനയുടെ ബലത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ വായനയുടെ ബലത്തിൽ ശകുനിയാണ് മികച്ച കൗശലക്കാരനും മികച്ച തന്ത്രജ്ഞനും.